Hello, welcome to Literature Insight. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലിറ്ററേച്ചർ ആൻഡ് ഇക്കോളജി പേപ്പറിൽ വരുന്ന ആൻഡ്രി വാട്ടർമാന്റെ ഹിസ്റ്ററി ലെസൺ എന്ന് പറയുന്ന പോമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിന്റെ സമ്മറി, ദാറ്റ് ഈസ് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന തീംസും ആൻഡ് ചെറിയൊരു അനാലിസിസും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നതിന്റെ ചെറിയ നോട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് കേൾക്കുന്ന അതേ സമയം തന്നെ നോട്ട്സ് കൂടി ഒപ്പം എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ പോം. അപ്പൊ ഇതൊരു 4 സ്റ്റാൻസ പോം ആണ്. സ്റ്റാൻസ 1. They told us of the flood, how in the night it came, with a voice like 1,000 voices, how it took the bridges and the roads, how it flowed over fields and farms, how it took the mill and the miller, how it took the church and the steeple, how it took the houses and the people. സോ എന്താണ് ഇവിടെ സ്റ്റാൻസ 1 പറയുന്നത്? ഒരു ഫ്ലഡ് വന്നിരിക്കുകയാണ്. ഓക്കെ, ഒരു ഹിസ്റ്ററിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു ഫ്ലഡ്, ഒരു ഭീകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു ഫ്ലഡ് ആ നാട്ടിൽ വന്നിരിക്കുകയാണ്. ആൻഡ് എന്താണ് ഇവിടെ പറയുന്നത്? അപ്പൊ ആ ഒരു ഫ്ലഡിന്റെ ആ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോയം ഇവിടെ ബിഗിൻ ചെയ്യുന്നത്. ആൻഡ് the told us of the flood, how in the night it came with a voice like 1,000 voices. എന്താണ് പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള ആ ഒരു ഫ്ലഡിന്റെ ഒരു അറൈവലാണ് ഇവിടെ പറയുന്നത്. വളരെ മാസീവ് ആയിട്ടുള്ള കളക്റ്റീവ് ആയിട്ടുള്ള ഒരു വോയിസ്, അതായത് അവിടെ ഒരു 1,000 വോയിസ് എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഒരു ഫ്ലഡിന്റെ ആ ഒരു സ്ട്രെങ്ത് എത്രമാത്രം ഒരു എല്ലാത്തിനെയും നശിപ്പിക്കാൻ കെൽപ്പുള്ള ആ ഒരു ഫ്ലഡിന്റെ ആ ഒരു സ്ട്രെങ്തിനെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഹൗ ഇറ്റ് ടുക്ക് ദ ബ്രിഡ്ജസ് ആൻഡ് ദ റോഡ്സ്. ഇനി നമുക്കറിയാം, ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് നാശനഷ്ടമാണ് ഉണ്ടാവുക, അല്ലെ? നമ്മളെല്ലാവരും ആ ഒരു അത്തരത്തിലുള്ള വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിന്റെ ആ ഒരു ഭീകരത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നമ്മൾ പലരും അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. സോ ഇവിടെ എന്താണ്, ഹൗ ഇറ്റ് ടുക്ക് ദ ബ്രിഡ്ജസ് ആൻഡ് ദ റോഡ്സ്. ഇനി ആ ഒരു ഫ്ലഡ് വന്നപ്പോ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഡിഫിക്കൽട്ട് ആയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഫ്ലഡിന്റെ ആ ഒരു ഡിസ്ട്രക്റ്റീവ് പവർ എത്രമാത്രം ഉണ്ട് എന്നാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഹൗ ഇറ്റ് ഫ്ലോഡ് ഓവർ ഫീൽഡ്സ് ആൻഡ് ഫാംസ്. ഇനി എന്താണ്, ആ ഒരു വെള്ളം ഈ പറയുന്ന പാടങ്ങളിലും അഗ്രികൾച്ചർ ഫീൽഡിലും ഒക്കെ എന്താണ് സ്പ്രെഡ് ആയി പോയിരിക്കുകയാണ്. അപ്പൊ അതുവഴി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ഫുഡ് സോഴ്സ് ആൻഡ് അവരുടെ ലിവ്ലിഹുഡ് ഒക്കെയാണ് അവിടെ എന്തുണ്ടാകുന്നത്, ഡാമേജ്ഡ് ആവുന്നത്. ആൻഡ് ഹൗ ഇറ്റ് ടുക്ക് ദ മിൽ ആൻഡ് ദ മില്ലർ. എന്താണ് മിൽ? എന്താണ്, നമ്മൾ ഈ സാധനങ്ങളൊക്കെ പൊടിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലമാണ്, അല്ലെ? അപ്പൊ ആ ഒരു മില്ലും ആൻഡ് അവിടെയുള്ള മില്ലറിനൊക്കെ എന്താണ് ആ ഒരു വെള്ളപ്പൊക്കം കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ അവിടെയുള്ള ആ ഒരു ചെറിയ ചെറിയ ബിസിനസ് അത് നടത്തുന്ന ആളുകളെയൊക്കെ എന്താണ് ആ ഒരു ഫ്ലഡ് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ അവിടെ ഓരോ ഇൻഡിവിജ്വൽസിനും അല്ലെങ്കിൽ അവരുടെ ലിവ്ലിഹുഡിലും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പേഴ്സണൽ ഇമ്പാക്റ്റിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ how it took the church and the steeple. ഇനി എന്താണ്, ആളുകൾ വേർഷിപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലം വരെ എന്താണ് വെള്ളപ്പൊക്കം കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടെ സ്റ്റീപ്പിൾ എന്നത് പറയുന്നത് ഈ ചേർച്ചിന്റെ ഒക്കെ മുകൾ ഭാഗത്ത് കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ടോപ്പ് പോർഷനെയാണ് ഇവിടെ സ്റ്റീപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ചേർച്ചിന് വരെ ആ ഒരു വെള്ളപ്പൊക്കം അവിടെ കൊണ്ടുപോയിരിക്കുകയാണ്. സോ ആ ഒരു ഫ്ലഡിന്റെ ആ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രക്ഷനെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യുന്നത്. Then how it took the houses and the people. ഇവിടെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു കാര്യം എന്താണ്, അവിടെയുള്ള വീടുകള്, ആ വീടുകളിൽ താമസിക്കുന്ന ആളുകള്, ഇവരെല്ലാവരും എന്താണ് ആ ഒരു വെള്ളപ്പൊക്കം കൊണ്ടുപോയിരിക്കുകയാണ്. സോ അത്രമാത്രം ആ ഒരു ഡാമേജ് ആ ഒരു നാട്ടിലവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റിനെയാണ് ഇവിടെ ഈ ഒരു ഫസ്റ്റ് ആൻസറിൽ നമ്മൾ കാണുന്നത്. ഓവറോൾ ആ ഒരു കാറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു ഫ്ലഡിനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ആൻഡ് അതിന്റെ ആ ഒരു അത്രയും ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പവർ എത്രമാത്രമുണ്ട്. എല്ലാത്തിനെയും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ബിസിനസ്സുകൾ, ചെറിയ ചെറിയ ബിസിനസ്സുകൾ, ഓരോ ആളുകളുടെ പേഴ്സണൽ ലൈഫ്സിനൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഫ്ലഡ് നശിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ആൻസറിൽ കാണുന്നത്. അപ്പൊ ആ ഒരു മൺസൂൺ സീസൺ അവിടെ വന്നു. മൺസൂൺ സീസൺ വന്നതിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു വെള്ളപ്പൊക്കം അവിടെ വരുന്നു. ആ ഒരു വെള്ളപ്പൊക്കം അവിടെയുള്ള കംപ്ലീറ്റ് അഗ്രികൾച്ചർ ഫീൽഡ്സ് ആയിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, ആളുകളുടെ വീടുകളായിക്കോട്ടെ, എല്ലാം എന്താണ് അത് കൊണ്ടുപോയിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഫ്ലഡിനെ കുറിച്ചാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സ്റ്റാൻസ 2. They told us of the winter when the snow lay deep on the ground, how the frost crept in and gripped the heart of the earth, how the river froze and the wind blew keen, how the children stayed inside by the fire with their books and their dreams, how the old ones sat and told their tales of the time before the snow.
ഇനി സെക്കൻഡ് സ്റ്റാൻസയിൽ നമ്മൾ കാണുന്നത് ഒരു സൈക്ലിക്കൽ ചേഞ്ച് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ ആ ഒരു മൺസൂൺ സീസൺ ആണ് കണ്ടതെങ്കിൽ സെക്കൻഡ് സ്റ്റാൻസയിൽ നമ്മൾ ഇനി വിന്റർ സീസൺ ആണ് കാണുന്നത്. ഒരു സിവിയർ ആയിട്ടുള്ള ഒരു വിന്റർ സീസൺ അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ അതെങ്ങനെയാണ് അവിടെയുള്ള ആളുകളെയും അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിനൊക്കെ എങ്ങനെയാണ് അതിന്റെ ആ ഒരു മാറ്റങ്ങൾ, ആ ഒരു ചേഞ്ച്, അതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. So they told us of the winter when the snow lay deep on the ground. ഇനി നമ്മുടെ നറേറ്റീവ് എന്താണ്, ഒരു സിവിയർ ആയിട്ടുള്ള ഒരു വിന്റർ സീസണിലോട്ട് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സ്നോയുടെ ഡെപ്ത് എത്രമാത്രം ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് മഞ്ഞ് വീഴുമ്പോ എങ്ങനെയാണ് അത് അവിടെയുള്ള ഗ്രൗണ്ട്സിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കൂല്ലേ. Then how the frost crept in and gripped the heart of the earth. ഇവിടെ എന്താണ് പറയുന്നത്, ഇന്റൻസ് ആയിട്ടുള്ള ഒരു കോൾഡ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇന്റൻസിറ്റിനെ കാണിക്കാനായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്, ആ ഒരു ഭൂമിയുടെ ഓരോ മുക്കുമൂലയിലും ഈ ഒരു മഞ്ഞിന്റെ ആ ഒരു തണവിന്റെ ആ ഒരു ഇന്റൻസിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു അത്രയും ഹാർഷ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിനെയാണ് അവിടെ അത് കാണിക്കുന്നത്. Then how the river froze and the wind blew came. ഇനി നാച്ചുറൽ എലിമെന്റ്സ് ആയിട്ടുള്ള റിവർ, വിൻഡ്, ഇതിനെല്ലാം ആ ഒരു വിന്റർ അല്ലെങ്കിൽ ആ ഒരു കോൾഡ്നെസ് എഫക്ട് ചെയ്തിട്ടുണ്ട്. റിവറൊക്കെ എന്താണ്, ഫ്രോസ് ആയിരിക്കുകയാണ്, കട്ട പിടിച്ച് കിടക്കുകയാണ്. ദെൻ വിൻഡ് ബീങ് പെർട്ടിക്കുലർലി ബൈറ്റിംഗ് ആഡിങ് ടു ദ ഹാർഡ്ഷിപ്പ്. അപ്പൊ ആ ഒരു തണവിന്റെ ആ ഒരു ഇന്റൻസിറ്റി അവിടെ നിലനിൽക്കുമ്പോൾ ഒരു കാറ്റുകൂടി അവിടെ വീശുമ്പോൾ ആ ഒരു ഹാർഡ്ഷിപ്പ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ ഒരു എൻവയോൺമെന്റിന്റെ അത്രയും ഹാർഷായിട്ട് നിൽക്കുന്ന ആ ഒരു കണ്ടീഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലൈൻ എന്താണ്, how the children stayed inside by the fire with their books and their dreams. ഇനി ഈ ഇത്തരത്തില് ഒരു കാലാവസ്ഥ പുറത്തുള്ളപ്പോ വീടിനകത്ത് കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, അവര് അവരുടെ ബുക്സുമായിട്ട് റീഡിങ്ങില് എൻഗേജ്ഡ് ആവാണ്. അവർ ബുക്സ് വായിക്കുന്നു ആൻഡ് അവരുടെ ആ ഒരു ഇമാജിനേഷൻ, അവരുടേതായിട്ടുള്ള ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡ് ഉണ്ടാവുമല്ലോ, അതില് അവർ എൻഗേജ്ഡ് ആവാണ്. അവരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ അവർ മുഴുകിയിരിക്കുകയാണ്. Then how the older ones sat and told their tales of the time before the snow. ഇനി മുതിർന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്, അവരെ ഈ ഒരു മഞ്ഞൊക്കെ വരുന്നേക്കാൾ മുന്നേ അവരുടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്രയും ആ ഒരു നല്ല ഒരു ബെറ്റർ ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് അവരുടെ കഥകൾ, അവരുടെ സ്റ്റോറീസ് ഇങ്ങനെ ഷെയർ ചെയ്യാണ് ആര്, പ്രായമായിട്ടുള്ള ആളുകൾ. അപ്പൊ അവിടെ ആ ഒരു പാസ്റ്റിനെ എന്താണ് ഇവിടെ ആ ഒരു പ്രസന്റുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഒരു കംഫർട്ട് ആൻഡ് വിസ്ഡം ആണ് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം നമ്മുടെ വീട്ടിലും ഈ പറയുന്ന പോലെ പ്രായമായിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ഒക്കെ അവരുടെ പഴയ കാലത്തെ കഥകളൊക്കെ പറയുമ്പോ അത് കേൾക്കാൻ ഒരു സുഖമാണ് അല്ലെ. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയാ ഒരു കംഫർട്ട് നമുക്ക് ആ ഒരു കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഓവറോൾ ഈ ഒരു സ്റ്റാൻസയിൽ ആ ഒരു ഹാർഷ് വിന്ററിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതിന്റെ സെവിയറിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു കാഠിന്യം എത്രമാത്രം ഉണ്ട്, അത് അവിടെയുള്ള കമ്മ്യൂണിറ്റിനെ അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്. അതിന് അതുപോലെ തന്നെ ഓരോ പ്രായത്തിലുള്ള ആളുകൾ, ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ചാലഞ്ചസ് വരുമ്പോൾ എങ്ങനെയാണ് അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതുമായിട്ട് അഡാപ്റ്റ് ആയിട്ട് പോകുന്നത്. നമ്മളിപ്പോ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് കണ്ട് അവർ ബുക്സ് വായിക്കുന്നു, അവരുടെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിൽ അവർ എൻഗേജ്ഡ് ആവുന്നു. അതേസമയം പ്രായമായിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്, അവരുടെ പഴയ കാലത്തെ കഥകൾ ആ ഒരു പാസ്റ്റിനെ പ്രസന്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ആ ഒരു കൈൻഡ് ഓഫ് ഒരു വിസ്ഡം ആൻഡ് കംഫർട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ പല രീതിയിലാണ് ഇത്തരത്തിലുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ അവരുടെ ഒരു സൊലൈസ് അവർ കണ്ടെത്തുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ സെക്കൻഡ് സ്റ്റാൻസ. മൂവിംഗ് ഓൺ ടു ദ തേർഡ് സ്റ്റാൻസ. They told us of the war, how the men marched off to fight, how they left their wives and children to wait and pray and wait, how they fought and died in foreign fields, how they came home broken and scared, how they struggled to rebuild their lives and make a world worth living in. ഇനി ആ ഒരു സീസണൽ ആയിട്ടുള്ള ഒരു സൈക്ലിക്കൽ ചേഞ്ച് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസിൽ മൺസൂൺ സീസൺ കണ്ടു, സെക്കൻഡ് സ്റ്റാൻസിൽ സിവിയർ ആയിട്ടുള്ള ഒരു വിന്റർ സീസൺ കണ്ടു. തേർഡ് സ്റ്റാൻസ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്, ഒരു വോർ ബാക്ക്ഗ്രൗണ്ടിലോട്ടാണ് നമ്മൾ പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഇവിടെ പറയുന്നത്,
they told us of the war, how the men marched off to fight. അപ്പൊ നമ്മുടെ ആ ഒരു പോയറ്റിന്റെ ഒരു നെറേറ്റീവ് ഒരു വാറിന്റെ ഒരു സ്റ്റോറിയിലോട്ട് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. അപ്പൊ തുടക്കത്തിൽ ഇവിടെ കാണിക്കുന്നത് എന്താണ്? ഹൗ ദ മെൻ മാർച്ച്ഡ് ഓഫ് ടു ഫൈറ്റ്. സോൾജേഴ്സ് എന്താണ്, അവർ ഡിപ്പാർച്ചർ ചെയ്ത് പോവാണ്, ഒരു ഫൈറ്റിന് റെഡി ആയിക്കൊണ്ട് സെറ്റ് ആയിക്കൊണ്ട് അവർ അവിടുന്ന് മാർച്ച് ചെയ്ത് പോവാണ് ടു എൻഗേജ് ഇൻ കോമ്പാക്ട്. ദെൻ ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ സെറ്റായിട്ട് റെഡി ആയിട്ട് മാർച്ച് ചെയ്ത് പോകുന്നത്. How they left their wives and children to wait and pray and weep. നമുക്കറിയാം സോൾജേഴ്സ് ഇത്തരത്തില് ഒരു യുദ്ധത്തിനൊക്കെ പോകുമ്പോ, ഒരു ബാറ്റിലിനൊക്കെ പോകുമ്പോ അവരുടെ ഫാമിലി മെമ്പേഴ്സ് കടന്നു പോകുന്ന ഇമോഷൻസ്, ഫീലിങ്സ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അത് ആ ഒരു അത്തരത്തിലുള്ള ഇമോഷൻസ് ആ ഒരു ഫാമിലിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് അവിടെ പറയുന്നത്. ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ സോൾജേഴ്സ് യാത്ര പറഞ്ഞ് വിട്ടുന്ന് പോകുമ്പോ ആ വീട്ടുകാർക്ക് എന്താണ് ഉണ്ടാവുക? ഒരു കൈൻഡ് ഓഫ് ഒരു ആൻസൈറ്റി, ഹോപ്പ്, അതേപോലെ തന്നെ ഒരു വിഷമം, അല്ലെ, ഒരു ഭയം കൂടി ഉണ്ടാവും. നല്ല രീതിയിൽ അവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചു വരണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഓരോ കുടുംബങ്ങളും അവരുടെ വീട്ടിലുള്ള ഈ പറയുന്ന പോലെ സോൾജേഴ്സിനെ അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ഒരു ഇമോഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ how they fought and died in foreign fields. ഇനി ഇത്തരത്തിലൊരു ബാറ്റിൽ നടക്കുന്ന സമയത്ത് കുറെ ആളുകൾ ആ ഒരു യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ മരണപ്പെടുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു വാറിന്റെ ആ ഒരു ബ്രൂട്ടൽ റിയാലിറ്റീനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അത്തരത്തിൽ ആ ഒരു യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്ന ആളുകളുടെ ഒരു ഇമേജ് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആ ഒരു വാറിന്റെ ആ ഒരു ബ്രൂട്ടൽ റിയാലിറ്റീനെയാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ how they came home broken and scared. ഇനി ഇത്തരത്തിൽ പോയിട്ടുള്ള കുറെ ആളുകൾ തിരിച്ചു വരും. പക്ഷെ ആ തിരിച്ചു വരുന്നവരിൽ തന്നെ ഫിസിക്കലി ഇൻജ്യൂർഡ് ആയിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ പോലെ തന്നെ ഇമോഷണലി ആ ഒരു ട്രോമ അനുഭവിച്ചിട്ട്, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് ഒരു ട്രോമയിലൂടെയൊക്കെ മേ ബി വേറെ പല ആളുകളും കടന്നു പോകുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു വാർ കഴിഞ്ഞിട്ടും അതിന്റെ ആ ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഇഫക്റ്റിനെയാണ് ഇതിലൂടെ കാണിക്കുന്നത്. Then how they struggle to rebuild their lives and make a world worth living in. എന്താണ് ഇവിടെ പറയുന്നത്? അത്തരത്തിൽ ആ ഒരു വോറ് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പറയുന്ന ആളുകള് എന്താ പറയാ, ആ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. ഫിസിക്കലി ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ഇമോഷണലി ആ ഒരു ട്രോമ കടന്നു പോകുന്ന, ആ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അവർക്ക് വീണ്ടും തിരിച്ചു വരണം. അവർക്ക് ആ ഒരു അവസ്ഥയിൽ ഇരുന്നാൽ പോരാ. കാരണം വീണ്ടും ഇത്തരത്തിൽ ആ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് പോവേണ്ട ആളുകളാണ്. സൊസൈറ്റിനെ സെർവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ആ ഒരു റിക്കവറി പ്രോസസ്സിലായിട്ട് വന്നേ പറ്റൂ. സോ ആ ഒരു പ്രോസസ്സ് അത്രയും ഡിഫിക്കൽട്ട് ആണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സോ ഓവറോൾ ഈ ഒരു സ്റ്റാൻസിൽ എന്താണ് ആ ഒരു വാറിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്, ആൻഡ് തുടക്കത്തിൽ ആ ഒരു സോൾജേഴ്സ് ഡിപ്പാർച്ചർ ചെയ്ത് പോകുന്നത് മുതലേ തിരിച്ചവര് വരുന്നത് വരെയുള്ള അവർ കടന്നു പോകുന്ന ആ ഒരു ഇമോഷൻസ്, ആൻഡ് ഇത്തരത്തിലൊരു പോകുന്ന സമയത്ത് ആ ഒരു വീട്ടിലുള്ള ഈ പറയുന്ന ആളുകളുടെ വീട്ടിലുള്ള ആളുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ഇമോഷൻസ്, ഫീലിങ്സിനെ കുറിച്ചൊക്കെ ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നുണ്ട് പോയിന്റ്. Then moving on to the fourth stanza, നമ്മുടെ ലാസ്റ്റ് stanzയാണ്. We listened and we learned the lessons of our history, the triumphs and the tragedies, the courage and the sacrifice, joys and the sorrows, the love and the hate, the hopes and the fears, and we knew that we were part of a long and noble story, that we had a duty to remember and to honor those who came before, to build on their legacy and to make a better world for all. എന്താണ് അവിടെ പറയുന്നത്? ഇനി നമ്മൾ എന്താണ് ഈ ഒരു 3 സ്റ്റാൻസയിൽ നമ്മൾ കണ്ടത്? പാസ്റ്റില് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഒരു മൺസൂൺ സീസൺ വന്നപ്പോ, ഒരു ഫ്ലഡ് വന്നപ്പോ എങ്ങനെയാണ് ആളുകള് ആ ഒരു എന്താ പറയാ, അത്രയും ആ ഒരു വലിയൊരു ഡിസ്ട്രക്ഷനിൽ ആളുകൾ എങ്ങനെയാണ് കടന്നുപോയത്. ഒരു വിന്റർ സീസൺ വന്നപ്പോ എങ്ങനെയാണ് അവരത് സർവൈവ് ചെയ്തത്. ഒരു വോർ ഉണ്ടാവുന്നു, ആ ഒരു വോർ നടത്താനായിട്ട് ആളുകൾ പോകുന്നു, അവര് വീട്ടിലോട്ട് തിരിച്ചു വരുന്നു. ആൻഡ് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഈവൻ വോർ കഴിഞ്ഞിട്ടും അവിടെ നിലനിൽക്കുന്ന ഒരു ലാസ്റ്റിംഗ് എഫക്റ്റിനെ കുറിച്ച് കണ്ടു. അപ്പോൾ ഹിസ്റ്ററിയാണ് നമ്മളിവിടെ കണ്ടത്. സോ ഇത്തരത്തില് സ്പീക്കർ ഇവിടെ ഇത്തരത്തിൽ ആ ഒരു സ്റ്റോറീസ് ഇവിടെ ഷെയർ ചെയ്യുന്നതിലൂടെ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആ ഒരു പാസ്റ്റില് കഴിഞ്ഞു പോയിട്ടുള്ള ആ ഒരു ഇവന്റ്സിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അല്ലെ? Here it indicating a process of learning from
പാസ്റ്റ് ഇവന്റ്സ്, പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഇത്തരത്തിൽ നമ്മൾ കേൾക്കുന്ന പല കഥകളിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള, മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ദ ട്രയംസ് ആൻഡ് ദ ട്രാജഡീസ്, ദ കറേജ് ആൻഡ് ദ സാക്രിഫൈസ്, അല്ലെ ഒരുപാട് ട്രാജഡീസ് നടന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് പേരുടെ സാക്രിഫൈസ്, അല്ലെ? നമ്മൾ നേരത്തെ ഒരു വോറിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരുപാട് സോൾജേഴ്സ് ഇന്നും നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന പോലെ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടില് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പൊ ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി മരിച്ചു വീണിട്ടുള്ള കുറെ ആളുകളുണ്ട്. അവരുടെ സാക്രിഫൈസ് നമ്മൾ ഓർക്കണം. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് സന്തോഷങ്ങളുണ്ട്, കുറെ സങ്കടങ്ങളുണ്ട്, സ്നേഹമുണ്ട്, അല്ലെ? ദ ലവ് ആൻഡ് ദ ഹീറ്റ്, വെറുപ്പുകളുണ്ട്, ഹോപ്സ് ആൻഡ് ദ ഫിയേഴ്സ്. ഒരേ സമയം എന്താണ്? പ്രതീക്ഷയുണ്ട്, എന്നാൽ അതേപോലെ തന്നെ ഭയമുണ്ട്. അപ്പൊ ആ ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസിന്റെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസിനെയും ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഐ ന്യൂ ദാറ്റ് വി വർ എ പാർട്ട് ഓഫ് എ ലോങ് ആൻഡ് നോബിൾ സ്റ്റോറി. ഇനി എന്താണ് ഇവിടെ? ഒരു റിയലൈസേഷൻ വരികയാണ്, അല്ലെ? ഇവിടെ ആ ഒരു പാസ്റ്റിനെ പ്രസന്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു റിയലൈസേഷൻ ആണ് നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നത്. പോയിട്ട് ഇവിടെ ആ ഒരു പാസ്റ്റിൽ നിന്നും പഠിച്ചെടുത്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതിന് നമ്മൾ കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ദാറ്റ് വി ഹാഡ് എ ഡ്യൂട്ടി to remember and to honor those who came before. ഇനി നമ്മുടെ ഡ്യൂട്ടി എന്താണ്? നമുക്ക് മുന്നേ കടന്നു പോയിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മൾ മറക്കാൻ പാടില്ല, അല്ലെ? ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സോൾജേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ഇന്നും അവരോട് ഉണ്ടായിരിക്കും. നമുക്ക് ആ ഒരു സെൻസ് ഓഫ് ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് നമുക്ക് അല്ലെങ്കിൽ പോയിട്ട് നമ്മളിവിടെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് മുന്നേ കടന്നു പോയിട്ടുള്ള ആ ഒരു പ്രീവിയസ് ജനറേഷനോട് ആ ഒരു ട്രിബ്യൂട്ട്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നും നമുക്ക് ഉണ്ടാവണം. to build on their legacy and to make a better world forward. ഇനി അവരുടെ ആ ഒരു ലെഗസിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഈ ഒരു ജനറേഷനിലെ ആളുകൾ എന്ത് ചെയ്യണം? നമ്മൾ ഉൾപ്പെടുന്ന ഈ ഒരു ജനറേഷനിലെ ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്തൊരു ജനറേഷന് വേണ്ടിയിട്ട്, ഒരു ബെറ്റർ വേൾഡിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. സോ പാസ്റ്റിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്താണ് ആവേണ്ടത്? ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടി, അടുത്തൊരു ജനറേഷന് വേണ്ടിയിട്ട് ഒരു ബെറ്റർ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ വരുത്തിക്കൊണ്ട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഇവിടെ പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഒരുപാട് ആളുകളോട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു ട്രിബ്യൂട്ട് എന്നും നമ്മൾ മനസ്സിൽ ഓർക്കണം എന്ന ഒരു റിയലൈസേഷൻ ആണ് പോയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. സോ ഓവറോൾ എന്താണ് ഇവിടെ പറയുന്നത്? ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നു. എങ്ങനെ ആ ഒരു കഥകൾ കേട്ടുകൊണ്ട്, അല്ലെ, പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള ആ ഒരു കഥകളിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഹിസ്റ്ററിയെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു. നമുക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മുന്നേ കടന്നു പോയിട്ടുള്ള ആളുകളോട് എന്നും ആ ഒരു ആദരവ്, എന്നും ആ ഒരു ട്രിബ്യൂട്ട് നമുക്ക് ഉണ്ടാവണം ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ, നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ആ ഒരു ഫോർത്ത് സ്റ്റാൻസ്, ലാസ്റ്റ് സ്റ്റാൻസയിൽ ഇതൊക്കെയാണ് പറയുന്നത്. സോ ഓവറോൾ ഇതൊരു എന്താണ്, ഒരു റിഫ്ലക്റ്റീവ് പോമാണ്. ഒരുപാട് സ്റ്റോറീസ് ഇവിടെ റികളക്ട് ചെയ്യുന്നുണ്ട്. ഫ്ലഡിനെ കുറിച്ചിട്ടും, ഹാർഷ് വിന്ററിനെ കുറിച്ചിട്ടും, വോറിനെ കുറിച്ചിട്ടും, അത് ഓരോ കമ്മ്യൂണിറ്റിയിലും ഒരു ഇൻഡിവിജ്വൽസിനും അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ചൊക്കെയും ഇവിടെ പറയുന്നു. ആൻഡ് അതുപോലെ തന്നെ പല എക്സ്പീരിയൻസുകളിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രാധാന്യത്തെ ഇവിടെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ഹിസ്റ്ററിയുടെ പല കോംപ്ലക്സിറ്റികളെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. സോ ഓവറോൾ എന്താണ്, വളരെ ഒരു മെസ്സേജ് തരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പോമാണ് ഹിസ്റ്ററി ലെസൺ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പോയത്തിന്റെ ഒരു അനാലിസിസ് പറയാനാണെങ്കിൽ ഇതൊരു 4 സ്റ്റാൻസ പോമാണ്. ഡിഫറെന്റ് ഈവന്റ്സ് ഓഫ് ഫ്ലഡ്, ഹാർഷ് വിന്റർ, വോർ പോലെയുള്ള ഡിഫറെന്റ് ഈവന്റ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പോമാണ്. ആൻഡ് പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസുകളിൽ നിന്ന് നമ്മൾ പല ലെസൺസ് പഠിക്കേണ്ടതായിട്ടുള്ള പ്രാധാന്യത്തെ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഒരു സ്റ്റോറി ടെല്ലിംഗ് രൂപത്തിലാണ് ഈ ഒരു പോം പറയുന്നത്. ഒരു നെറേറ്റീവ് സ്റ്റൈൽ, അതിന്റെ ഒരു നെറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. പിന്നെ അതുപോലെ ഒരു ഈ ഒരു ലൈൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അത് അവിടെ ഒരു ഓറൽ ട്രഡീഷൻ, ആ ഒരു സെൻസ് ഓഫ് ഒരു ഓറൽ ട്രഡീഷൻ ആണ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ വരുന്ന മേജർ തീംസ് ആണ് ദ പവർ ഓഫ് war and its aftermath, human impact on nature, lessons from the past,
community and the legacy, seasonal cycles, advocacy for the better world, anthropocentric attitude of human, eco-critical point of view, ഇമോഷണൽ ഇമ്പാക്ട്, ഇതൊക്കെ അതിൽ വരുന്ന മേജർ തീംസ് ആണ്. പവർ ഓഫ് നേച്ചറിൽ നമ്മൾ ആ ഒരു ഫ്ലഡും പിന്നെ അതുപോലെ തന്നെ ആ ഒരു വിന്റർ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. വാർ ആൻഡ് ആഫ്റ്റർ എഫക്ട് നമ്മൾ ആ ഒരു തേർഡ് സ്റ്റാൻഡേർഡിൽ നമ്മൾ കണ്ടു, ഒരു വാറിന് എങ്ങനെയാണ് സോൾജേഴ്സ് പോകുന്നത്, എന്താ അവർ കടന്നു പോകുന്ന ഇമോഷൻസിനെ കുറിച്ചിട്ട്. ദെൻ ലെസൺസ് ഫ്രം ദ പാസ്റ്റ്, നമ്മൾ പാസ്റ്റിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് ലെഗസി, അതെന്താണ്, ദാറ്റ് ഈസ് വി ഹാവ് ടു ഫോളോ ദ ലെഗസീസ് ഓഫ് അവർ ലെജൻഡ്സ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ലെജൻഡ്സിൽ നിന്നും അവരുടെ പല ലെഗസീസിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സീസണൽ സൈക്കിൾസിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള തീംസ് ഒക്കെയാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൽ വരുന്ന ഇമേജറി ആൻഡ് സിംബോളിസം ഏതൊക്കെയാണ്? ഫ്ലഡ്, ദ വിന്റർ, ദ വാർ, ദ സ്റ്റോറീസ്. ഓക്കെ, അതോടെ ആ ഒരു ഫ്ലഡിൽ നമുക്ക് ആ ഒരു സഡൻ ആയിട്ടുള്ള ആ ഒരു സിമ്പിൾ, ഓക്കെ, പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഫ്ലഡ് ആണ്. അപ്പൊ ആ ഒരു ഹ്യൂമൻസിന്റെ ആ ഒരു പവർലെസ്നെസ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ വിന്റർ ഇവിടെ ആ ഒരു ഹാർഡ്ഷിപ്പിനെയും ഐസൊലേഷനും ഒക്കെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ഹ്യൂമൻ സ്പിരിറ്റിന്റെ ആ ഒരു റിസൈലൻസ്. പിന്നെ വാർ എന്താണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്? കോൺഫ്ലിക്റ്റ്, ലോസ്, പിന്നെ സ്ട്രഗിൾ ഫോർ റിക്കവറി ആൻഡ് പീസ്. പിന്നെ ആ ഒരു സ്റ്റോറീസ്, ആ ഒരു ആക്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, അതൊരു സിംബോളിക് ആണ്. ആ ഒരു നോളജിന്റെ ആ ഒരു ട്രാൻസ്മിഷനും അല്ലെങ്കിൽ അതിന്റെ വാല്യൂസിന്റെ ഒക്കെ ഒരു വാല്യൂസ് ഒക്കെയാണ് അതിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലോട്ട് ആ ഒരു ഹിസ്റ്ററിനെ കണക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്, അല്ലെ? അത്തരത്തിലുള്ള സ്റ്റോറി ടെല്ലിംഗിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അതിൽ നിന്ന് ഇമേജറി ആൻഡ് സിംബോളിസം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോയത്തിലെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു പോയത്തിനെ ഒരു ഇക്കോക്രിറ്റിക്കൽ ആസ്പെക്റ്റിലൂടെ നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു മുന്നേ എന്താണ് ഇക്കോക്രിറ്റിസിസം? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ലിറ്റററി തിയറി. ദാറ്റ് ഈസ് ലിറ്ററേച്ചറിന്റെയും നാച്ചുറൽ എൻവയോൺമെന്റിന്റെയും റിലേഷൻഷിപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ലിറ്റററി തിയറിയാണ് ഇക്കോക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് ഈ ഒരു പോയത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ഈ ഒരു ഇക്കോക്രിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ ഈ പോയത്തിനെ അനലൈസ് ചെയ്യാം? ഒന്ന്, നേച്ചേഴ്സ് പവർ ആൻഡ് ഹ്യൂമൻ വൾനറബിലിറ്റി. നേച്ചറിന്റെ പല ഈവൻസ്, ആ ഒരു നാച്ചുറൽ ഇവന്റ്സ് ആയിട്ടുള്ള ഫ്ലഡ്, ഹാർഷ് വിന്റർ, ഇതിനൊക്കെ അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അല്ലെ? അതിലൂടെ അവിടെ ഷോക്കേസ് ചെയ്യുന്ന ആ ഒരു നേച്ചറിന്റെ പവറിനെയാണ്, അതിന് അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫിന്റെ വൾനറബിലിറ്റിനെയും. അപ്പൊ അതിലൂടെ ഇവിടെ ഒരു ഹ്യൂമനും നാച്ചുറൽ വേൾഡും തമ്മിലുള്ള ഒരു ഇന്റർ കണക്റ്റഡ്നെസ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇക്കോക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു സെൻട്രൽ തീമാണ് ഈ ഒരു പോയത്തില്. പിന്നെ എൻവയോൺമെന്റൽ ചേഞ്ച് ആൻഡ് ഹ്യൂമൻ ഇമ്പാക്ട്, ഹ്യൂമൻ നേച്ചർ റിലേഷൻഷിപ്പ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ റിഫ്ലക്ഷൻ ഓൺ ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഈ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു പോയത്തിന് ഇക്കോക്രിറ്റിക്കൽ ആസ്പെക്റ്റില് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇക്കോക്രിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പറയാനാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ ഹ്യൂമൻ ഹിസ്റ്ററിനെ നാച്ചുറൽ ഹിസ്റ്ററിയുമായിട്ടൂടെ ഇന്റർവൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു നെറേറ്റീവ് ആണ് ഈ ഒരു പോയത്തിൽ വരുന്നത്. അപ്പൊ ഒരു ഇന്റർ കണക്റ്റഡ്നെസ്, വൾനറബിലിറ്റി ആൻഡ് റിസൈലൻസ്, എൻവയോൺമെന്റൽ അവെയർനെസ്, എത്തിക്കൽ കൺസിഡറേഷൻ, കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഈ രീതിയിലൊക്കെ ഈ ഒരു പോയിന്റ് നമുക്ക് ഒരു ഇക്കോക്രിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂലും അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓവറോൾ ദിസ് ഇസ് അബൌട്ട് the poem History Lesson by Andrew Waterman. അപ്പൊ ഇത്തരത്തില് ഇനിയും പോയംസിന്റെയും അതുപോലെ തന്നെ നോവൽസിന്റെ ഒക്കെ സമ്മറിയും അനാലിസിസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും. ഒപ്പം നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊപ്പം നോട്ട്സ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന്. അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ തരുന്ന നോട്ട്സ് പോയിന്റ്സ് നിങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ട് എക്സാമിന് എഴുതി നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത് കേട്ടോ.